കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ പോലീസ് കേസെടുത്തു. അമ്മയുടെ പരാതിയിലാണ് വാർഡനെതിരെ ഹോസ്റ്റൽ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിക്കെതിരെ ഇന്നും യുവജന സംഘടനകൾ പ്രതിഷേധം തുടർന്നു. ഇത് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇതിപ്പോൾ ഹോസ്റ്റൽ വാർഡന് ആണ് പ്രധാന കാരണക്കാരി എന്നുള്ളത് തന്നെയാണോ നിഗമനം? മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ കുട്ടിയെ ഇങ്ങനെ കൃത്യത്തിലേക്ക് പോകാൻ വാർഡന്റെ പ്രേരണ ഉണ്ടായത്? തീർച്ചയായും രഞ്ജിത്തെ, വനിതാ കമ്മീഷൻ ഇന്ന് രാവിലെയാണ് ഈ ആശുപത്രിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ആ സംഭവത്തിലും സഹപാഠികളായ ഈ വിദ്യാർത്ഥിനികൾ പറഞ്ഞത് ഈ വാർഡനെ കുറിച്ച് തന്നെയാണ്, ഹോസ്റ്റൽ വാർഡനെ കുറിച്ചുള്ള പരാതി തന്നെയാണ്. അത് തന്നെയാണ് ഈ വനിതാ കമ്മീഷൻ അംഗവും നമ്മോട് വ്യക്തമാക്കിയത്. ഏതായാലും 15 ദിവസത്തിനകം പോലീസിനോട് ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വനിതാ കമ്മീഷൻ. മാത്രമല്ല, സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ആശ്വാസം ഈ മംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന ചൈതന്യ എന്ന പാണത്തൂർ സ്വദേശിനിയായ 3-ാം വർഷം നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നത് തന്നെയാണ്. ഏതായാലും ഇന്നലെ രാത്രിയാണ്, ഏറെ വൈകിയാണ് ഇവർ ഇത് തമ്മിലുള്ള മാനേജ്മെന്റുമായുള്ള ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഈ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാനേജ്മെന്റ് സമ്മതിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഈ വാർഡിനെ ഇവിടുന്ന് മാറ്റാനും പുതിയ വാർഡിനെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു യോഗം ചേർന്നു അത് തീരുമാനമെടുത്തത്. എന്നാൽ ഈ കുട്ടികളുടെ ഒരു ആശങ്ക ഏതായാലും ഇതിൽ നിന്നും മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നതും വലിയ ആശ്വാസമാണ്. ഏതായാലും ഇന്നലത്തെ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇവിടുത്തെ സഹപാഠികൾക്ക് ഈ കുട്ടിയെ കാണാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന്. അത്തരത്തിൽ ഈ കുട്ടികൾ ഇന്ന് മംഗളൂരുവിലെത്തി ഇവരെ കാണുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇതിൽ പ്രതിഷേധത്തിനൊട്ടും കുറവില്ല എന്ന് വേണം പറയാൻ. അതായത് ഇന്നലെ SFIയുടെ അതുപോലെ തന്നെ KSU യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ മാർച്ച് ഈ ആശുപത്രിയിലേക്ക് നടന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലീസ് ലാത്തിച്ചാർജും വലിയ തോതിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതുപോലെ തന്നെ DYFI ഇത്തരത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സാഹചര്യമുണ്ടായി. ഇതിൽ 2 സമരങ്ങളിലും പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. വലിയ തോതിൽ പ്രവർത്തകർ ഇത്തരത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാരിക്കേഡൊക്കെ തള്ളിമാറ്റി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ അമ്മയുടെ പരാതിയിൽ ഈ വാർഡിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് മകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എന്നാണ് അവരുടെ പരാതി. അത്തരത്തിലുള്ള ഒരു പരാതിയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ മൊഴി കിട്ടുമോയെന്നാണ് പോലീസ് നോക്കുന്നത്. അത്തരത്തിൽ ആരോഗ്യനില പുരോഗതി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമുണ്ട്. പോലീസ് അന്വേഷണത്തിലും അത് ഗുണകരമാവും. എന്തായാലും മാനേജ്മെന്റ് ആഭ്യന്തരമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നടപടി ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാമെന്ന് കുട്ടികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് നേരത്തെ പരാതി ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണമെങ്കിൽ പുറത്ത് താമസിച്ച് ഇവിടെ നഴ്സിംഗ് പഠനം തുടരാം, അത്തരത്തിലൊരു ഉറപ്പും കൂടി മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ചർച്ച വിജയകരമായിരുന്നു. ചർച്ചയിൽ പൂർണ്ണ തൃപ്തരാണെന്ന് വിദ്യാർത്ഥികളും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിവരങ്ങൾ പങ്കുവച്ചത്